ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി കോർണർ. ഇന്ന് നമ്മൾ ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ എങ്ങനെയാണ് മാർബിൾ കേക്ക് തയ്യാറാക്കാൻ നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ടിട്ട് 4 ടേബിൾ സ്പൂണ് ഹോട്ട് മിൽക്കും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സേവ് ചെയ്ത് വെക്കണം. അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ട് 2 കപ്പ് ഫ്ലവർ, 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇതിൽ ആഡ് ചെയ്യണില്ല, ഒന്ന് സേവ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി 100 ഗ്രാം അൺസാൾട്ടഡ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്ത ശേഷം 1/2 കപ്പ് പൗഡേർഡ് ഷുഗർ കുറേശ്ശെ മിക്സ് ചെയ്തിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഈ മേൽഭാഗം ഒന്ന് വൈപ്പ് ചെയ്ത ശേഷം ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ എല്ലതും ഷുഗർ മെൽട്ടായിട്ടുണ്ടാവില്ല എല്ലാ പോർഷനിലും. ഇനി 4 എഗ്ഗാണ് വേണ്ടത്. ഫസ്റ്റ് 2 എഗ്ഗ് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യുക. ഫുള്ളായിട്ട് ഒറ്റ ട്രിപ്പിൽ തന്നെ ഇട്ട് കൊടുക്കരുത്. ഇനി അടുത്തതും അടുത്ത 2 എഗ്ഗും കൂടി ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യുക. അങ്ങനെ ഇനി 1 ടേബിൾ സ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ മിക്സ് ആക്കി എടുക്കുക. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ആക്കുന്നതിൻ്റെ മുന്നേ ഒരു 1/2 കപ്പ് ഹോം മിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തിട്ട് പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ മിൽക്ക് ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചെടുത്തിട്ട് അങ്ങനെയും ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് ഒരു 1/4 പോർഷന് നമുക്ക് മാറ്റി വെക്കണം. അത് ആ കൊക്കോ പൗഡർ മിക്സ് ചെയ്ത് വെച്ചില്ലേ അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഒരു 1/4 പോർഷൻ മതി, അത്രയും മതി. ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് എടുത്തിട്ടുള്ളത്, സ്ക്വയറിലുള്ള. അതിലേക്ക് കുറച്ച് വനിലേൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ചോക്ലേറ്റിൻ്റെ ബാറ്റർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ ഇനിയും വനിലേൻ്റെ ബാറ്ററി ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് ഒരു സ്റ്റിക്കായിട്ട് ഇങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ കേക്ക് നമ്മൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.